കേരളത്തിൽ വർഗീയത വാഴാത്തത് ഞങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. എപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ ആളുകൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണിത് അല്ലെ. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന വർഗീയത? ഈ വർഗീയതയുടെ പേരും പറഞ്ഞ് സത്യത്തിൽ ആർക്കിട്ടാണ് കുറെ കാലങ്ങളായിട്ട് ഇവർ പണിതുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം പ്രത്യക്ഷത്തിൽ നമ്മളെ കാണിച്ചു തരുന്ന, വെളിപ്പെടുത്തി തരുന്ന ഒരു സമയമാണ് സത്യത്തിൽ ഈ നിലമ്പൂർ ഇലക്ഷന്റെ സമയം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് CPM-ന്റെ വർഗീയതയെ സംബന്ധിച്ചുള്ള ഇരട്ടത്താപ്പ് എന്നതാണ്. ഇന്നും ഇന്നലെയും അല്ല ഇവരിത് തുടങ്ങിയത് എന്നാണ്. സത്യത്തിൽ ഏത് പാർട്ടിയാണ് വർഗീയത പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്? വരൂ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഡൊണേഷൻസിന്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ചാനലിന്റെ മോണിറ്റൈസേഷൻ റീസ്റ്റോർ ചെയ്യുന്നത് വരെ റിപ്പോർട്ട് ചെയ്ത് സംസാരം നിർത്തി വീട്ടിലിരുത്താൻ ഉദ്ദേശിച്ചവരെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകണം. അതിന് തീർച്ചയായും എനിക്ക് പ്രേക്ഷകരുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി പിന്തുണയ്ക്കാൻ കഴിയുന്നവർ അങ്ങനെയും, അഡ്വർടൈസ്മെന്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയും, വീഡിയോ കണ്ടും കമന്റ് ചെയ്തും ലൈക്ക് അടിച്ചും ഷെയർ ചെയ്തും സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെയും സപ്പോർട്ട് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു. സോ ബാക്ക് ടു ദ ടോപ്പിക്. നിലമ്പൂർ ഇലക്ഷനിൽ കഴിഞ്ഞ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടു. അതിലൊന്നാണ് നമ്മുടെ CPM-ന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദമാഷിന്റെ ഒരു പ്രസ്താവന. അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടനയോടൊപ്പമാണ് UDF ഇപ്പോൾ കക്ഷി ചേർന്നിരിക്കുന്നത്. അത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. PDP എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് കേട്ടോ. അപ്പൊ അവരുമായിട്ട് കക്ഷി ചേരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ CPM അവരുമായിട്ട് കക്ഷി ചേർന്നിട്ടുണ്ട്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയല്ല. അപ്പൊ ജയിക്കാൻ വേണ്ടി ഇത്തരം തറക്കളികൾ, വർഗീയതയെ കൂട്ടുപിടിക്കുന്നത് ശരിയല്ല എന്നാണ് ഗോവിന്ദമാഷ് പറയുന്നത്. അപ്പോ നമുക്ക് ഗോവിന്ദമാഷ് പറഞ്ഞ ആ വർഗീയതയെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഇവര് പാലക്കാട് ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം ജയിച്ചു കയറിയപ്പോൾ ആരോപിച്ചൊരു സംഗതിയാണ് വർഗീയതയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF തിരഞ്ഞെടുപ്പ് ജയിച്ച് കയറി എന്നുള്ളത്. അവരാണ് ഇപ്പോൾ പറയുന്നത് PDP എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്ന്. നമുക്കറിയാം PDP എന്ന് പറയുന്നത് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയായിട്ട് ഇപ്പോഴും ബാംഗ്ലൂർ ജയിലിൽ കഴിയുന്ന മദനിയുടെ പാർട്ടിയാണ്. മദനിയോട് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന സമീപനം എന്താണെന്ന് നമുക്ക് എപ്പോഴും അറിയാം. അദ്ദേഹം സ്റ്റിൽ നിരപരാധിയാണ്. മനസ്സിലായില്ലേ? മരിച്ചുപോയവര് പോട്ടെ, അവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മദനി നിരപരാധിയാണ് ഇപ്പോഴും. അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണ്. അതുകൊണ്ടാണ് PDP എന്ന് പേര് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഗോവിന്ദമാഷ് പറയുന്നത്. എന്താണ് മാഷേ, താങ്കൾക്ക് 8 വയസ്സാണോ പ്രായം? എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പാടില്ല. എന്താണിത് പിള്ളേർ പറയുന്ന പോലെയാണല്ലോ താങ്കൾ തമാശയ്ക്ക് ഫേസ് പറയുന്നത്. ഇപ്പൊ ഇവര് പറയുന്നത് ഇവരാണ് വർഗീയതയെ ഇവിടെ നിലനിർത്താനായിട്ട് അനുവദിക്കാത്തതെന്നാണ്. പക്ഷെ വോട്ട് ബാങ്കിന് വേണ്ടി ഇപ്പോൾ PDP-യോട് കൂട്ടുകൂടിയിരിക്കുന്ന ഇവർ ആദ്യമായിട്ടാണോ മുസ്ലിം വോട്ട് ബാങ്കിനെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്? അല്ല. നമുക്ക് ഇവർ ഇത്രയും നാളും വർഗീയത എന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആർക്കെതിരെയാണ് വർഗീയത കാണിച്ചിരുന്നത് എന്നറിയാമോ? അത് മുസ്ലിങ്ങൾ ഒഴികെയുള്ള ബാക്കി ഇതര മതസ്ഥരോടായിരുന്നു. എടുത്തു പറഞ്ഞാൽ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും തന്നെയായിരുന്നു. അതിന്റെ തെളിവുകൾ ഓരോന്നായിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് സംവരണം ലഭിക്കുന്ന കാറ്റഗറി തിരിച്ചിരിക്കുന്ന ആ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. മുസ്ലിം സമൂഹം മുഴുവനും OBC സംവരണത്തിന് കീഴിലാണ് വരുന്നത്. എന്നാൽ ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ജാതി വിഭാഗങ്ങൾ മാത്രം OBC-യിൽ വരികയും മറ്റു ചിലത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഒരു മതവിഭാഗത്തിന് മാത്രം ഒരു കാറ്റഗറി വന്നിരിക്കുന്നത്? ക്രിസ്ത്യൻ വിഭാഗത്തിലെ പോലെ ഹിന്ദു വിഭാഗത്തിലെ പോലെയൊക്കെ ജാതീയമായിട്ടുള്ള വിഭജനങ്ങൾ മുസ്ലിം സമൂഹത്തിനിടയിലും ഉണ്ട്, നമുക്കറിയാവുന്നതാണല്ലോ. എന്നിട്ടും അവർക്ക് എല്ലാവർക്കും ഒരു കാറ്റഗറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷപാതമല്ലേ, വർഗീയതയല്ലേ? രണ്ടാമതായിട്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സ്കോളർഷിപ്പുകൾ 80-20 അനുപാതം ഏകദേശം 10 വർഷത്തോളം നടപ്പാക്കിയിരുന്നു. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് ജനസംഖ്യയ്ക്ക് ആനുപാതമായിട്ട് സ്കോളർഷിപ്പ് നൽകണം എന്ന് ഉത്തരവിട്ടതോടുകൂടി ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് 40% ലഭിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാർ അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ് അപ്പീൽ പോയത്? എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് കൊണ്ടാണോ? അതോ നിങ്ങൾ പ്രത്യേകമായി പ്രീണിപ്പിക്കാൻ ആഗ്രഹിച്ച മതത്തിന് മാത്രം ലഭിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണോ? ഇതിന്റെ പേരല്ലേ വർഗീയത? ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിൽ നിന്ന് മദ്രസ അധ്യാപകർക്ക് മാത്രമായിട്ട് പലിശ രഹിത വായ്പ നൽകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, അവർക്ക് മാത്രം. മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള പുരോഹിതർക്കൊന്നും തന്നെ ഇങ്ങനെ ഒരു പലിശരഹിത വായ്പ അതിനകത്തുനിന്ന് കിട്ടില്ല. ഇത് സത്യത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കോർപ്പറേഷനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെയല്ലേ ഇതേപോലത്തെ വായ്പകൾ കൊടുക്കേണ്ടത്? എന്തിന് ഒരു വിഭാഗത്തിന് മാത്രം പലിശയില്ലാത്ത വായ്പകൾ നൽകണം? ഇത് വർഗീയതയല്ലേ? ഇത് പ്രീണിപ്പിക്കലല്ലേ? ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്നു എന്നതിന് ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈയിടെ നടന്ന മുനമ്പം ഇഷ്യൂ. വഖഫ് ബോർഡിന്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മതേതര രാജ്യമാണ് ഇന്ത്യ എന്ന് അവകാശപ്പെടുമ്പോൾ ഇത്രയധികം മതങ്ങൾ ഒരുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ താമസിക്കുന്നു, ഇവിടെ ആ മതത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വഖഫ് ബോർഡ് പോലെ സ്വന്തമായിട്ട് കാണുന്ന ഭൂമി സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്തിടാനുള്ള അവകാശമുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ.
അത് മുസ്ലിം വിഭാഗത്തിന് മാത്രമാണുള്ളത്. ക്രിസ്ത്യൻ വിഭാഗമോ ഹിന്ദു വിഭാഗമോ ഇതുപോലെ പറഞ്ഞുകൊണ്ടിറങ്ങിയാൽ, ഇതുപോലെ ഒരു ബോർഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിറങ്ങിയാൽ സമ്മതിക്കുമോ? സർക്കാരാണെങ്കിലും ഈ പറയുന്ന ആളുകളാണെങ്കിലും സമ്മതിക്കുമോ? മുനമ്പത്ത് തന്നെ എന്താണ് സംഭവിച്ചത്? ആളുകൾ അവരുടെ ഭൂമിക്ക് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി പോരാടുമ്പോൾ സർക്കാർ അവർക്കെതിരെ നിൽക്കുകയാണ് ചെയ്തത്. കോടതിയിൽ വരെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇക്കാര്യത്തിൽ കണക്ക് തന്നെയാണ്. രണ്ടുപേരും ഒരുപോലെയാണ് ഇക്കാര്യത്തെ സമീപിക്കുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഏകദേശം 9 വർഷം കൊണ്ട് നടന്ന കാര്യങ്ങളല്ല. ആദ്യം മുതലേ ഇവർ വോട്ട് ബാങ്കിന് വേണ്ടി ഒരു പക്ഷത്തെ മാത്രമാണ് പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ വർഗീയത കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നതാണ് എന്റെ ചോദ്യം. വഖഫ് ബില്ലിനെതിരെ മുനമ്പത്തെ, അതുപോലെ തന്നെ ചാവക്കാട്, അതുപോലെ വഖഫ് ബോർഡിന്റെ ചതിക്കണികളിൽ പെട്ടുകിടക്കുന്ന സാധാരണക്കാർക്കെതിരെ സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് ഈ സർക്കാർ രംഗത്ത് വന്നപ്പോൾ അവരെടുത്ത് ഫൈറ്റ് ചെയ്യുന്നത് ആരുടെ പണമാണ്? നമ്മുടെ പണമാണ്. ഇതേ ജനങ്ങളുടെ പണം തന്നെയാണ്. ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ എല്ലാവരുടെയും നികുതി പണം ഉപയോഗിക്കുന്ന ഇവർ ചെയ്യുന്നത് വർഗീയതയല്ലേ? ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ കാണുന്നുണ്ട്. സത്യത്തിൽ ആ സ്ഥാപനങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ ഒരു പരിപാടി, അത് ഈ പറയുന്ന മതവിഭാഗവും ഈ പറയുന്ന പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സും ചേർന്ന് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ അടുത്തിടെ ഉണ്ടാവുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈ SFIനെയും KSUനെയും ഒക്കെ നല്ല രീതിയിൽ അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സിനിമകൾ എടുത്തു നോക്കുക, നാടകം എടുത്തു നോക്കുക, പുസ്തകങ്ങൾ, അതുപോലെ എഴുത്ത് എന്നിവ കാര്യങ്ങൾ നോക്കുക. എല്ലാ മതവിഭാഗത്തെയും അവരുടെ ദൈവങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ ആശയ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവഹേളിക്കാനും ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കാനുമുള്ള അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം ഒരു രീതിയിലും അങ്ങനെ ആശയ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കർശനമായിട്ട് നിയമപരമായും സർക്കാരിന്റെ ഭാഗത്തുനിന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും മതപരമായ ആളുകളുടെ ഭാഗത്തുനിന്നും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ കൈവെട്ടിയേക്കാം, ചിലപ്പോൾ തലയും. എന്നാൽ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ, ഇപ്പൊ യേശുവിനെയോ അല്ലെങ്കിൽ ക്രൈസ്തവ സഭേനെയോ ഒക്കെ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തിട്ട് വേറെ രീതിയിൽ അവതരിപ്പിച്ചാൽ അത് കുഴപ്പമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ സരസ്വതി ദേവിയൊക്കെ എങ്ങനെയെങ്കിലും പടം വരച്ചു വെച്ചാൽ അതും കുഴപ്പമുള്ള കാര്യമല്ല. പുഴു പോലുള്ള സിനിമകളൊക്കെ ആശയ സ്വാതന്ത്ര്യം മാത്രം വിളിച്ചോതുന്ന കാര്യങ്ങളാണ്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ഭീകരവാദികളെ ചില പ്രത്യേക മതം മാത്രമായിട്ട് ചിത്രീകരിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം എന്താണ്? ഒരു വിഭാഗത്തിന് മാത്രം എല്ലാം ഇവിടെ ചെയ്യാൻ കഴിയും, എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, അവർക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല, ബാക്കിയുള്ളവർക്ക് ആർക്കും അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അതിന്റെ പേരെങ്ങനെയാണ് മതേതരത്വം എന്നാവുന്നത്? എനിക്ക് മനസ്സിലാവാത്തത് അതാണ്. ഇത് വർഗീയതയല്ലേ? ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷന്റെ പേര് കോശി കമ്മീഷൻ എന്നാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 2 വർഷമായി. ഇന്നേ ദിവസം വരെ അതിനകത്തേക്ക് ഒരു ചെറുവിരലനക്കാനോ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാർ ആ റിപ്പോർട്ടിന്റെ മേൽ അടയിരിക്കുകയാണ്. എന്നാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇതേപോലെ തന്നെ വിദ്യാഭ്യാസം, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പാലോളി കമ്മീഷൻ ഉണ്ടായിരുന്നു. അത് വന്ന പാടെ തന്നെ കംപ്ലീറ്റ്ലി നടപ്പാക്കി. ഇതിന്റെ പേര് വർഗീയത എന്നല്ലേ? ഒരു പ്രത്യേക മതത്തെ മാത്രം പ്രീണിപ്പിക്കുന്നതിന്റെ പേരെന്താണ്? ഈ അടുത്ത കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയൊക്കെ വിശേഷ ദിവസങ്ങൾ പോലും പ്രവൃത്തി ദിവസമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത് ആവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പല ന്യായങ്ങളും അവർ പറയും. ചിലപ്പോഴൊക്കെ മറ്റുള്ളവർക്കും ഇത് ബാധകമാണെന്ന് പറയുകയും എന്നാൽ ഭൂരിപക്ഷമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഒക്കെ കാണുമ്പോൾ ഉടൻ യൂട്ടേൺ അടിച്ച് അക്കാര്യത്തിൽ ചർച്ച ചെയ്യാം എന്ന് പറയുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസമാണ് സ്കൂളിന്റെ ടൈം ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് ന്യൂസിൽ കൂടെ വരുന്നത്. ഉടനെ സമസ്ത രംഗത്ത് വന്നിട്ട് പറഞ്ഞു, മുസ്ലിം കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടാവും, അവർക്ക് മതപഠനത്തിനുള്ള സമയമില്ല, ഫുൾ ടൈം സ്കൂളിൽ ചെലവഴിക്കുന്ന രീതിയിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, കേരള സർക്കാർ ഇത് മാറ്റണം. ഇത് പറഞ്ഞിരുന്നത് ഏതെങ്കിലും ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു പുരോഹിതന്മാരായിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രതികരണം? ഇത് മാറ്റില്ല, പിള്ളേർ പഠിക്കേണ്ടത് സ്കൂളിൽ പോയിട്ടാണ് പഠിക്കേണ്ടത്, അല്ല മതമല്ല പഠിക്കേണ്ടത്, അതിനല്ല നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്, നമ്മൾ ദൈവവിശ്വാസമല്ല വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശാസ്ത്രമാണ്, ഗണപതി വിത്താണെന്നൊക്കെ പറഞ്ഞ പോലുള്ള പ്രസ്താവനകൾ ഇവർ ഇറക്കിയനെ. എന്നാൽ പറഞ്ഞത് സമസ്തയുടെ പുരോഹിതനായതുകൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദോ എനിക്കറിയില്ല എന്താ വിളിക്കുന്നുള്ളത്, അദ്ദേഹം ആയതുകൊണ്ട് ഉടനെ ശിവൻകുട്ടി എന്താണ് പറഞ്ഞത്? ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് ചർച്ച ചെയ്ത് നിങ്ങൾ ഇഷ്ടത്തിന് അത് സെറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പേര് വർഗീയത എന്നല്ലേ? ഒരാൾക്ക് മാത്രം, ഒരു മതവിഭാഗത്തിന് മാത്രം പേടിച്ചിട്ടാണെങ്കിലും വോട്ട് ബാങ്കിന് വേണ്ടിയാണെങ്കിലും നിങ്ങൾ പ്രീണനം കൊടുക്കുമ്പോൾ അതിന്റെ പേരെന്താ? വ്യാപകമായി മതനിന്ദാ കേസുകൾ എടുക്കുന്നത് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഇതൊക്കെ വർഗീയതയല്ലേ എന്ന് ചോദിച്ചതിന്റെ പേരിൽ എന്റെ പേരിലും വേണമെങ്കിലും മതനിന്ദാ കേസ് വന്നേക്കാം. മറ്റു മതങ്ങളിൽ പെട്ടവർ ഈ കാര്യത്തെ പറ്റി എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ച് സംസാരിക്കുമ്പോൾ ഈ രീതിയിൽ നേരിടുന്ന രീതിയിലാണ് ഭരണകൂടം കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്നു എന്നല്ലേ? ഇതിന്റെ പേരല്ലേ വർഗീയത? സത്യത്തിൽ വർഗീയത എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ എപ്പോഴാണ് ഇത് കേട്ടു തുടങ്ങുന്നത്? നമ്മൾ വിചാരിക്കുന്നത് BJP എന്നു മുതലാണോ വ്യാപകമായി കേരളത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്, അവരൊരു 3ാം മുന്നണിയായി ഉയർന്നു വന്നു തുടങ്ങിയത് അന്നു മുതലാണ് വർഗീയത വന്നതെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അല്ല, സത്യം പറഞ്ഞാൽ അല്ല. അവർ ചെയ്തത് ഇവരുടെ ഇരട്ടത്താപ്പിന്, ഇവർ കുറെ കാലങ്ങളായിട്ട് സൈലന്റ് ആയിട്ട് കണ്ണിപ്പെടാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയതയെ തുറന്ന് കാണിക്കുന്ന രീതിയിൽ രംഗത്ത് വന്നു എന്നുള്ളതാണ്. കാലങ്ങളായി ഇവർ ഒരു വിഭാഗത്തെ മാത്രം വോട്ടിന് വേണ്ടി പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. ഇത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ചെയ്യുന്ന കാര്യമാണ് എന്നതുകൂടി ഓർക്കണം.
വോട്ട് ബാങ്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യം, അല്ലാതെ മറ്റൊന്നുമല്ല. സത്യത്തിൽ ഇവർ വർഗീയതക്കെതിരെ പോരാടുന്നു എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ പോരാടുന്നത് ഹിന്ദുക്കൾക്കെതിരെയാണ്. ശ്രദ്ധിച്ചു നോക്കൂ, അവർക്ക് വിളക്ക് കൊളുത്താനാണ് മടി, അവർക്ക് കാവിക്കൊടി എന്തിയ ഭാരതാംബയെ കാണുമ്പോഴാണ് ചൊറിച്ചിൽ, അവർക്ക് സ്കൂളുകളിൽ പൂജ നടത്തുമ്പോഴാണ് വിഷമം. പക്ഷെ പാർട്ടി സമ്മേളനത്തിനുള്ളിൽ പോലും ഒരു മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന കെഫിയ അണിയാനായിട്ട് ഇവർക്ക് ആർക്കും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഇവർക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഹിന്ദുക്കളുടെ പ്രോഗ്രാമുകളിൽ മാത്രമാണ്, അവരുടെ ദൈവത്തോട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിനോട് മാത്രമാണ് ഇവർക്ക് വർഗീയതയുള്ളത്. ക്രിസ്ത്യാനികളുടെ അടുത്ത് പോലും ഇവർ ഇത്രയും കാണിക്കാറില്ല. കാര്യം മുഖ്യമന്ത്രി നികിഷ്ടജീവി എന്നൊക്കെ ക്രിസ്ത്യാനികളുടെ ഒരു അച്ഛനെ വിളിച്ചു എന്നുണ്ടെങ്കിലും കാര്യം കാണാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് തന്നെ അത് മാറ്റിപ്പറയും. എന്നാൽ ഹിന്ദുക്കളുടെ കാര്യത്തിൽ അതുപോലും ചെയ്യാറില്ല. ശബരിമലയിലൊക്കെ എത്ര വാശിയോടെയാണ് സർക്കാർ ഇടപെട്ടെന്ന് ആലോചിക്കണം. സർക്കാരിന് എന്താണ് സത്യത്തിന്റെ കാര്യം? ഒരു ആരാധനാലയം ആവുമ്പോൾ ആരാധനാലയത്തിന് അതിന്റേതായിട്ടുള്ള ചിട്ടകൾ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ വീട് എടുക്കുക, എന്റെ വീട് ഞാൻ പരിപാലിച്ച് ഞാൻ പൈസ കൊടുത്ത് എന്റെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് എന്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ഞാൻ പറയുന്ന പോലെ വേണ്ടേ അവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ നടത്താൻ? അത് എന്റെ വീടല്ലേ, അയാളുടെ ഇഷ്ടത്തിന് അയാൾക്ക് തോന്നുന്ന പോലെ ചെയ്യാനായിട്ടുള്ള യാതൊരു അവകാശം അവിടെ ഇല്ലല്ലോ. അതുപോലെ തന്നെയല്ലേ ശബരിമല എന്ന് പറയുന്നത് അയ്യപ്പന്റെ സ്ഥലമാണെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെയല്ലേ ചെയ്യേണ്ടത്? സർക്കാർ അതിനകത്ത് എന്താ കാര്യം? ഇത് വേറൊരു മതവിഭാഗത്തിന്റെ ആണെങ്കിൽ ആ രീതിയിലായിരുന്നല്ലോ ചർച്ച ഉണ്ടാവുക, ആ രീതിയിലാണല്ലോ വ്യാഖ്യാനിക്കപ്പെടുക. പക്ഷേ ഹിന്ദു വിഭാഗത്തിന് മാത്രം ആ രീതിയിൽ ചർച്ചയുമില്ല എന്ന രീതിയിൽ കട്ട് ആൻഡ് റൈറ്റ് ആണ് തീരുമാനങ്ങൾ. അപ്പോൾ അത് വർഗീയതയല്ലേ? ഒരു വിഭാഗത്തിനോട് മാത്രം വർഗീയത കാണിക്കുന്നതിന് തുല്യമല്ലേ ഇത്? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന UDFന് അല്ലെങ്കിൽ ED സതീശന് വളരെ നല്ല സംഘടനയാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പോഴെന്താ നടക്കുന്നത്? ഇപ്പൊ ഇവിടുത്തെ ഈ ന്യൂനപക്ഷ വേട്ട ഇപ്പൊ ഞാൻ പറയുന്നത് പ്രത്യക്ഷമല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെടുന്ന രീതിയിലേക്ക് ഇവർ കൊണ്ടുവന്നിട്ടില്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ പ്രത്യക്ഷമായി കഴിഞ്ഞു, ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു, വീട് ഇല്ലാതാക്കുന്നു, കൊല്ലപ്പെടുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടന ഏതാ? ഇതേ ജമാഅത്ത് ഇസ്ലാമിയാണ്. അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവർക്ക് അത് നല്ലതായി എന്നാലോചിക്കുമ്പോൾ ഇവരുടെ മനസ്സ് ഇന്ത്യയോടൊപ്പമല്ല ഭീകരരോടൊപ്പമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. PDP പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണെന്നും പറഞ്ഞുകൊണ്ട് 10 വോട്ടിന് വേണ്ടി എങ്ങനെയും കുനിയാൻ മടിയില്ലാത്ത ഇവരെ ശ്രദ്ധിക്കാതെ എനിക്ക് പറയാനുള്ളൂ. വർഗീയതയുടെ വോട്ട് വേണ്ട എന്ന് നിലമ്പൂർ ഇലക്ഷൻ പ്രചരണത്തിലെ M സ്വരാജ് പറയണമെന്നുണ്ടെങ്കിൽ ഏത് വർഗീയത എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഹിന്ദുക്കളെ നിങ്ങളോടാണ്, ക്രിസ്ത്യാനികളെ നിങ്ങളോടാണ് വർഗീയതയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോ വോട്ട് കൊടുക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. പ്രത്യക്ഷമായ പ്രീണനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ചായി തുടങ്ങി BJP എതിർക്കുന്നു എന്ന പേരിൽ വലിയ വർഗീയത പൊക്കിക്കൊണ്ടുവരുന്നത്, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് സ്ഥിരം അടവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മതനിന്ദ എന്ന് പറയുന്ന വകുപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കും. മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ടുള്ള കേസുകളാണ് എടുക്കുന്നത്. ആ പറയുന്ന വകുപ്പ് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കള്ളക്കേസുകളുടെ ആശാന്മാർ ആരാണെന്നൊക്കെ നമുക്കറിയാവുന്ന സംഗതിയാണ്. ഇത്രത്തോളം അധപതിക്കുകയാണെന്ന് ചിന്തിക്കണം. പ്രത്യക്ഷമായി ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നലകളിൽ ഭീകരരായിരുന്ന ഇന്നും ഭീകരത പ്രവർത്തിക്കുന്ന ആളുകൾ നിഷ്കളങ്കരാണെന്ന് ഒരു എളുപ്പമില്ലാതെ ചോറ് തിന്നുന്ന ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇവരെ നമ്മൾ ഇനിയും വിശ്വസിക്കണം? രാജ്യത്തെ ഭീകരർക്ക് തീരെഴുതി കൊടുക്കാനാണ് ഇവരുടെ തീരുമാനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജാതിയുടെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ തല്ലുകൂടാൻ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ചർച്ച ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. അത് ചർച്ചയിലേക്ക് വന്നത് BJP അതിനെ ഇളക്കി പുറത്തിട്ടത് കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഈ പ്രീണനം തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ഇത് അറിയുകയേയില്ല. ഇപ്പൊ മദ്രസ അധ്യാപകർക്ക് ഈ പറയുന്നത് പോലെ പലിശരഹിത വായ്പ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇത് അന്വേഷിച്ച് പിടിച്ച് പഠിക്കുന്നത് വരെ എനിക്കും അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. അതുപോലെ എത്ര ആനുകൂല്യങ്ങളുണ്ട്. ഇവരെല്ലാം OBC കാറ്റഗറിയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ല. അപ്പൊ ഒരാൾ ഇത് ചികഞ്ഞ് പുറത്തിടുമ്പോൾ മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത് അനീതിയാണല്ലോ, ഇത് വർഗീയതയല്ലേ എന്ന ചിന്ത നമുക്കുണ്ടാവുന്നത്. ഈ സമയത്ത് ഇത് പ്രത്യക്ഷമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. PDPയും ജമാഅത്ത് ഇസ്ലാമിയും നിഷ്കളങ്കരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടതും പലതും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇവരെ വേണോ? ചാണകം ചവിട്ടില്ല, വർഗീയതയിൽ വീടില്ല എന്ന് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ വർഗീയതയിൽ വീണിരിക്കുന്നതും തലയിൽ ചാണകവുമായി നടക്കുന്നതും ഈ 2 കൂട്ടരുമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നീതിയാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് പുരോഗമനമാണ് വേണ്ടതെങ്കിൽ അത് പിണറായി വിജയൻ പറയുന്നത് പോലത്തെ പുരോഗമനമല്ല, സുസ്ഥിര വികസനം എന്ന് പറയും. 3 മാസം കഴിയുമ്പോൾ പൊളിഞ്ഞു വീണ വികസനമല്ല, അങ്ങറ്റം വരെ നീണ്ടു നിൽക്കുന്ന വികസനം. CAA വന്ന സമയത്ത് ഇവർ കള്ളത്തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണ്? നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ എല്ലാം CAAയുടെ പേരിൽ പിടിച്ച് പുറത്താക്കുമെന്നതായിരുന്നു, നിങ്ങളുടെയൊക്കെ പൗരത്വം പോകുമെന്നായിരുന്നു. എങ്ങനെയാണ് CAA പൗരത്വം പോകുന്നത്? CAA എന്ന് പറയുന്നത് പുതിയ പൗരത്വം എടുക്കാനുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചവരോട് അവർ പറഞ്ഞ മറുപടി NRC വരുമ്പോൾ പുറകോട്ടുള്ള രേഖകൾ തിരക്കും, അപ്പൊ രേഖകൾ ഇല്ലാത്തവരെല്ലാം പുറത്തു പോകണം, മുസ്ലിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നതാണ്. ഞാനൊക്കെ അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് പുറകിലത്തെ രേഖകൾ ഇല്ലാതായി പോകുന്നത് എന്ന്. ഞങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവണമല്ലോ, ഏതൊരു പൗരനും ഉണ്ടാവണമല്ലോ. 2-3 ജനറേഷൻ ഇവിടെ ജീവിച്ച ആളുകൾക്ക് രേഖകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ട്? അപ്പൊ ഇവരുടെ കള്ളപ്രചരണങ്ങൾ ഇങ്ങനെയാണെന്ന് ചിന്തിക്കണം. വള പറയുമെങ്കിലും അത് വെറുതെ ഇങ്ങനെ സവാളയുടെ തൊലി വിളിക്കുന്ന പോലെയാണ്. നമ്മൾ 10 ചോദ്യം തിരിച്ചു ചോദിച്ചാൽ അവർക്കൊന്നും പറയാനില്ല. പക്ഷേ ഇത്രയും കാലം ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങളിലൂടെയാണ് നമ്മളെ ഇവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, തുടർച്ചയായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പം ജനതയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ കയ്യിൽ വീണ്ടും ഭരണം വരികയാണെങ്കിൽ നമ്മളിപ്പോ കഷ്ടപ്പെട്ട് പാസ്സാക്കിയ വഖഫ് ബില്ലൊന്നും ഇനി ഉണ്ടാവില്ല. വീണ്ടും വഖഫ് ബോർഡ് പഴയ അധികാരത്തിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മുടെയൊക്കെ കിടപ്പാടങ്ങൾ വരെ ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് കേരളത്തിന്റെ മഞ്ഞക്കുറ്റി, ഒരു ഭാഗത്ത് വഖഫ് ബോർഡ് എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിൽ നമ്മുടെ സ്ഥിതി. അങ്ങനെ പോകണോ? അതോ സമ്മതിദാനാവകാശം നല്ല രീതിയിൽ ഉപയോഗിച്ച്
നമുക്ക് മുന്നോട്ട് ഈ മണ്ണിൽ തന്നെ ജീവിച്ച് മരിക്കാനായിട്ട് അതും സമാധാനപരമായിട്ട് ഉള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്. നമ്മളാണ് നമുക്ക് അനുകൂലമായ അല്ലെങ്കിൽ നമുക്ക് അർഹിക്കുന്ന ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. അത് ബുദ്ധിപരമായി ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ളത് പോലെ സംഭാവനയുടെ കാര്യവും അഡ്വർടൈസ്മെന്റിന്റെ കാര്യമൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വാർത്തകൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സ്ആപ്പിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.